വിജനമായ പാതകളിൽ, ഏകാന്തമായ രാവുകളിൽ, പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ, നമുക്ക് ഒട്ടും അറിയില്ലാത്ത ചില സാഹചര്യങ്ങളിലൊക്കെയാണ് ഈ ദുരാത്മാക്കളുടെ സാന്നിധ്യം നമ്മളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവയെ കണ്ടുമുട്ടുന്നത്, അഥവാ അത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ശരിക്കും ഒരു ആത്മാവിന് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, അവരുടെ പ്രതികാരമായാലും ശരി തന്നെ, അവരുടെ സ്നേഹപ്രകടനമായാലും ശരി തന്നെ, നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ തന്നെ, അതിന് ഒരു മീഡിയം, മനുഷ്യനെ പോലൊരു ശരീരം, അല്ലെങ്കിൽ മൃഗങ്ങളെപ്പോലെ, അല്ലെങ്കിൽ സംതിങ്, എന്തെങ്കിലും ഒരു സാധനം വേണം. അത് സാധ്യമല്ലാത്തിടത്തോളം കാലം ഒരു ആത്മാവിന് ഒരു കാരണവശാലും ഒരു മനുഷ്യനെ നേരിട്ട് ആക്രമിക്കാൻ കഴിയുകയില്ല. നമ്മൾ അങ്ങനെ ഒരു കാര്യം ഭയപ്പെടേണ്ട കാര്യവുമില്ല. ശരിക്കും നമ്മളൊരു ആത്മാവിനെ കാണുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് നമുക്ക് കാഴ്ച സാധ്യമാകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് നാം കാണുന്ന ഒരു വസ്തുവിൽ നിന്നും പ്രതിഫലിക്കുന്ന പ്രകാശകിരണങ്ങൾ നമ്മുടെ കണ്ണുകളിലെത്തുകയും റെറ്റിനയിൽ പതിയുകയും അതിന് നമ്മുടെ തലച്ചോറ് വിശകലനം ചെയ്തിട്ടാണ് അത് ഇങ്ങനെ ഒരു രൂപമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ മെമ്മറിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതും നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതുമായ പലതിനെപ്പറ്റി കോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണുകളിലേക്ക് വന്നു വീണ ആ പ്രകാശ കണികകളെ നമ്മുടെ തലച്ചോറ് ആ ഡാറ്റയുമായി അനലൈസ് ചെയ്ത് താരതമ്യപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മളൊരു രൂപത്തിനെ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് നമുക്ക് പരിചയമുള്ള വ്യക്തികളെ, സ്ഥലങ്ങൾ, അല്ലെങ്കിൽ സന്ദർഭങ്ങൾ, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് അത്തരത്തിലാണ്. അപ്പോൾ ആ പ്രകാശം നമ്മുടെ കണ്ണുകളിലേക്ക് പതിയണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു വസ്തു അവിടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് കാഴ്ച സാധ്യമാവുകയുള്ളൂ. ഒരു ആത്മാവ് എന്ന് പറയുന്നത് അരൂപിയാണ്. അതിന് യാതൊരുവിധ രൂപങ്ങളുമില്ല. അപ്പോൾ രൂപങ്ങളൊന്നുമില്ലാത്ത ഒരു വസ്തുവിൽ ഒരിക്കലും പ്രകാശം പതിഞ്ഞ് പ്രതിഫലിക്കില്ല. ആ പ്രകാശം അതിലൂടെ സുതാര്യമായ ഒരു വസ്തുവിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും നമ്മൾ ചില സ്ഥലങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില രൂപങ്ങളെ, പ്രേതങ്ങളെ, പിശാചുകളെ, യക്ഷികളെ ഒക്കെ കാണുന്നു, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പലരുടെ അനുഭവങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ത്? അവർ ഉണ്ടാക്കി പറയുന്നതാണോ? ഇതൊക്കെ കൽപ്പിതങ്ങളായ കഥകളാണോ? വെറുതെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഭയാനകമായ കാര്യങ്ങൾ പറഞ്ഞ് ഭീതി പരത്തുകയാണോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. സാങ്കേതികമായി, സയൻറ്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മുടെ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചിലപ്പോൾ വിവേചന ബുദ്ധി കൊണ്ട്, മനുഷ്യൻ്റെ വിവേചന ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അവിചാരിതമായി നമുക്ക് യാതൊരുവിധ അനുഭവങ്ങളും, മുൻകാല അനുഭവങ്ങളോ പരിചയമോ ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് പെടുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ചില മായക്കാഴ്ചകൾ, അതെന്താണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. അതായത് നമ്മുടെ തലച്ചോറിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റകളുമായും യാതൊരുവിധ സാമ്യവുമില്ലാത്ത ചില കാഴ്ചകളാണ് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ മായക്കാഴ്ചകളെ വിശകലനം ചെയ്യാൻ കഴിയാതെ സ്തബ്ധനായി നിൽക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്തിരിക്കുന്ന പഴങ്കഥകൾ, കെട്ടുകഥകളായിരിക്കാം, അനുഭവകഥകളായിരിക്കാം, കണ്ട സിനിമകളോ വായിച്ച പുസ്തകങ്ങളോ ഒക്കെ ആവാം. അതിലുള്ള ദുരാത്മാക്കൾ, പ്രേതം, ഭൂതം, യക്ഷി, ഇങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ, ആ ഡാറ്റാസ് നമ്മുടെ മനസ്സിൽ നിന്നും നേരെ തലച്ചോറിലെ ഡാറ്റാസുമായി കണക്റ്റ് ആവും. അപ്പോഴാണ് നമ്മൾ കാണാത്ത ഒരു കാഴ്ച പെട്ടെന്ന് കാണും. നമുക്ക് തോന്നും, നമുക്ക് ശരിക്കും മനസ്സിലാകാത്ത ആ രൂപം അതല്ലയോ, അതാണോ? അതാണ്. നമ്മൾ ഉറപ്പ് വരുത്തും. അപ്പോൾ നമ്മളവിടെ ഒരു യക്ഷിയെ കാണും, അല്ലെങ്കിൽ ഒരു ദുരാത്മാവിനെ കാണും, ഒരു ഭീകര രൂപത്തിനെ കാണും. അത് നമ്മളെ ആക്രമിക്കും എന്ന് നമ്മുടെ മനസ്സിലെ ഭയം നമ്മളെ ബോധ്യപ്പെടുത്തും. നമ്മൾ ഒന്നുകിൽ ബോധം കെട്ട് വീഴും, അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടും. പ്രേതങ്ങളുണ്ട്, അല്ലെങ്കിൽ ദുരാത്മാക്കളുണ്ട്, അവ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നും നമ്മളെ ആക്രമിക്കാൻ വരുമെന്നുമൊക്കെ വാദിക്കുന്ന, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന, സങ്കല്പിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ വാദഗതികളിൽ ഒന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ സംഭവം. ഇതിനെയാണ് മനഃശാസ്ത്രജ്ഞന്മാരും അവരുടേതായ രീതികളിൽ പറയുന്നത്.
അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാഴ്ചകൾ കാണുമ്പോൾ അതിനെ നമ്മുടെ മനസ്സ് തെറ്റിദ്ധരിച്ച് ചില കൽപ്പിതമായ ഭാവനകളിലൂടെ അതിനെ ഒരു ഭീകരരൂപിയോ അല്ലെങ്കിൽ പിശാചോ ദുർഭൂതമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ വിശ്വസിപ്പിക്കുകയും അത് നമ്മളെ ആക്രമിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു, നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളും കെടുത്തുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിവിടുന്നു, നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേരൂന്നുന്നത് ഇത്തരത്തിലാണ് എന്നാണ് മനഃശാസ്ത്രകാരന്മാർ പറയുന്നത്. അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ അവർ പറയുന്നുമുണ്ട്. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അനുഭവിക്കുന്നത് ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. അയാളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ അയാളുടെ വീട്ടിലോ അല്ലെങ്കിൽ അയാൾ തനിച്ച് സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലോ ഒക്കെ അയാൾക്ക് യാതൊരു സ്വൈരതയും കൊടുക്കാതെ ഒരു മൂന്നാമത് വ്യക്തിയെ പോലെ സദാസമയം വീക്ഷിച്ചുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് എന്തോ ഒന്ന്, ആരോ, ഏതോ ഒന്ന് അതയാൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് വരുത്തുന്നത്. അത് മാനസിക ചികിത്സയിലൂടെ മാറ്റാൻ എത്ര ശ്രമിച്ചാലും അയാളുടെ ഉള്ളിൽ വേരുറച്ച് കിടക്കുന്ന ആ ചിന്തകൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പ്രേതമായും അല്ലെങ്കിൽ ഭൂതമായും എല്ലാം സങ്കല്പിച്ച് അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാനായിരിക്കും ഒരുപക്ഷെ അയാളും ആഗ്രഹിക്കുന്നത്. അയാളുടെ മനസ്സ് അയാളെ അതിൽ തന്നെ തളച്ചിടും. അതുകൊണ്ട് സംഭവിക്കുന്നത് ഇയാൾ ഒരു മാനസിക വിഭ്രാന്തിയുള്ള വ്യക്തിയെപ്പോലെ പെരുമാറുകയും അയാളുടെ ജീവിതത്തിന് തന്നെ ആ ചിന്തകളും പ്രവർത്തികളും എല്ലാം പ്രതികൂലമായ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യും. ആ സമയത്താണ് ഈ വ്യക്തികൾ ഒരു മന്ത്രവാദിയെ പോയി കാണുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഗൂഢശാസ്ത്രവും ഒക്കെ പഠിച്ച ചില വ്യക്തികളിലേക്ക് പോകുന്നത്. അയാൾ കാണാത്തത് പലതും കാണുന്നു, അല്ലെങ്കിൽ അനുഭവിക്കുന്നു, അയാൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ള ചിന്താഗതി വെച്ചുകൊണ്ട് അയാളുടെ പ്രവർത്തികൾ കാണുന്ന അയാൾക്ക് ചുറ്റുമുള്ളവർ, അത് കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ കൂടെ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആയിരിക്കാം, അവരാരെങ്കിലുമൊക്കെ ഇയാളോട് പറയും അവിടെ ഒരു മന്ത്രവാദിയുണ്ട്, അല്ലെങ്കിൽ ഒരു ഉസ്താദുണ്ട്, അല്ലെങ്കിൽ ഒരു കത്തനാരുണ്ട്, അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. കാരണം നിന്നെ ഒരു ഭൂതം അല്ലെങ്കിൽ ഒരു ബാധ ആക്രമിച്ച് നിൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ നിന്നെ കീഴടക്കിയിരിക്കുകയാണ്, നിനക്കൊരു ബാധയുടെ ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ റെക്കമെൻഡ് ചെയ്ത് ആരെയെങ്കിലുമൊക്കെ സമീപിക്കാനുള്ള ഒരു അവസരവും ഉണ്ടായി കൊടുക്കും. ഇവിടെയാണ് ആ വ്യക്തിയുടെ ജീവിതം വീണ്ടും വഴിത്തിരിഞ്ഞു പോകുന്നത്. കാരണം പിന്നീട് ഇയാൾക്ക് ആവശ്യമായി വരുന്നത് വലിയൊരു സാമ്പത്തികമാണ്. ചെന്ന് കാണുന്ന ആൾ വലിയൊരു പൂജ അല്ലെങ്കിൽ ഒരു ഹോമം, ഒരു ആവാഹനം, അല്ലെങ്കിൽ അതുപോലുള്ള ഓരോ മതത്തിലും പെട്ട ആൾക്കാർ വ്യത്യസ്തമായ പല കാര്യങ്ങളും ഇവരോട് പറയുകയും പണം മുടക്കി ഇവരെ കൊണ്ട് ചെയ്യിക്കുകയും ഒക്കെ ചെയ്യും. ഇതാണ് പലപ്പോഴും മന്ത്രവാദത്തിന് പോകുന്നവർ, അത് വിശേഷിച്ച് സ്ത്രീകളാണെങ്കിൽ ചില മന്ത്രവാദികളുടെ കൈകളിൽ അകപ്പെട്ട് ശാരീരിക ചൂഷണം, അല്ലെന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ കേട്ട നരബലി പോലുള്ള സംഭവങ്ങളിലൊക്കെ പാത്രീകരിക്കപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. കാരണം തന്നെ ഒരു ബാധ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തന്നിൽ ഒരു പിശാചുണ്ട്, അല്ലെങ്കിൽ ഒരു ദുർബോധമുണ്ട്, ഒരു ദുരാത്മാവുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആരുടെ മുമ്പിലും ഏത് പുലി മടയിലും തലവെച്ച് കൊടുക്കും. കാര്യം ഇതിൽ നിന്നൊരു മോചനം കിട്ടുന്നതിന് വേണ്ടി എത്ര സമ്പത്ത് വേണമെങ്കിലും അതിനുവേണ്ടി ഉപയോഗിക്കാനും അയാൾ തയ്യാറാവും. അവിടെയാണ് ഈ മന്ത്രം പഠിച്ചവരുടെ ചൂഷണം, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നവരുടെ ഭീകരമായ ചൂഷണം ഈ വ്യക്തിക്ക് മേൽ നടക്കുന്നത്. അത് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രേതങ്ങളുടെ ബാധയേക്കാളും വലിയ ബാധയാണ് ഈ മന്ത്രതന്ത്രങ്ങൾ പഠിച്ചിട്ട് ചെയ്യുന്നവരുടെ ബാധ. അവർ ഇയാളുടെ സമ്പത്തും ശരീരവും ചിലപ്പം ജീവനും വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അനുഭവങ്ങൾ നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട്. എന്നിട്ടും മനുഷ്യൻ അതിലേക്ക് പോകുന്നു. കാരണം ആ അനുഭവിക്കുന്ന വ്യക്തിയുടെ അത്രയും തീക്ഷ്ണമായ വികാരങ്ങളാണ്, അയാളുടെ ആ കഷ്ടപ്പാടും പ്രതിസന്ധിയാണ് അയാളെ അത്തരത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അയാളുടെ സ്ഥാനത്ത് നിന്ന്, ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളെ നമുക്ക് തെറ്റ് പറയാനാകില്ല. കാരണം മെഡിക്കൽ സയൻസ് പലപ്പോഴും പരാജയപ്പെടുന്നിടത്താണ് എല്ലാവരും പ്രപഞ്ചത്തിൽ മറ്റൊരു ശക്തി ഉണ്ട്,
അല്ലെങ്കിൽ മറ്റ് കഴിവുകളുള്ള ആൾ ദൈവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള മന്ത്രതന്ത്രങ്ങൾ അറിയാവുന്ന വ്യക്തികളോ ഒക്കെ ഉണ്ട്. അവരിത് പരിഹരിച്ച് തരുമെന്ന വിശ്വാസത്തിൽ അവരുടെ മുന്നിലേക്ക് ചെന്ന് പോകുന്നു. നമ്മൾ പറയുന്നത് റിയലായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയെ പറ്റിയാണ്. ശരിക്കും നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും അതിന് ഓപ്പോസിറ്റായ ഒരു എനർജി ഉണ്ട് എന്നും ആ എനർജിയെ തടസ്സപ്പെടുത്താതെ നമ്മുടെ സ്വന്തം കാര്യം നോക്കി നമ്മൾ ജീവിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാം എന്നും കൂടിയാണ്.